അതോടൊപ്പം ഞങ്ങളും അതിനോട് വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാനും എല്ലാവരും ഇനിയുമുള്ള എല്ലാ ഓഫറുകളും ഇനി ഏത് ഓഫർ കമ്പിട്ട് തന്നാലും അത് നേടിയെടുക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാക്കാനും നിങ്ങളുടെ കൂർമയേറിയ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഓരോരുത്തരായി കയറി വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദവുമായി സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. ഓരോരുത്തരും ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കുക. ഓക്കെ, താങ്ക് യു ടു ഓൾ. Thank you, Mila madam. Good morning. Good morning, all of you. Good morning, Fatima madam. Good morning. Welcome to 7 AM. Thank you. എന്തായാലേ നമ്മുടെ വിജിക്കാട്ട് എന്താന്ന് ഞങ്ങള് ഒരു 3 ദിവസം കൊണ്ട് മനസ്സിലാക്കി. നമുക്ക് പറയട്ടെ, ഞാൻ എനിക്ക് വെളിയിലേക്ക് പോകാൻ വേണ്ടി, പക്ഷെ പിന്നെ വിമാനത്തെ കാര്യം സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ സ്വപ്ന നമ്മളിങ്ങനെ ചെറുപ്പത്തിലൊക്കെ ആകാശത്തോട് നോക്കി വിമാനം പറന്നു പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ വലുതായപ്പോ നമ്മൾ കണ്ടിട്ടില്ല. അതെല്ലാം എന്താ അനുഭവം എന്ന് കണ്ടിട്ട് എല്ലാരും പറന്നു പൊങ്ങുമ്പം തലവേദന വരും, പറഞ്ഞു. പക്ഷെ നമ്മള് അതിൽ കേറിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഒരു വിഷമം ഇല്ലായിരുന്നു. അതിൽ കയറുമ്പോ എന്റെ മോൻ എനിക്ക് കൊണ്ടുപോക്കണം കേട്ടോ, തല പൊങ്ങുമ്പോ തലകറ വേദന ഉണ്ടാവുമെന്ന്. ഞാൻ പറയാ നീ പോടാ, ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നത്. ഗുളിയൊക്കെ പിടിച്ച് ബാഗിൽ വെച്ചെങ്കിലും കഴിച്ചില്ല മാഡം. അടിപൊളി അനുഭവമായിരുന്നു തന്നെ വേണം പറയാം. അതിൽ കയറി എന്നിട്ട് നമ്മളൊരു വീട്ടിലിരിക്കുന്ന പോലെ ചെറിയ ഒരു അനക്കവും കുലുക്കവും ഒക്കെ ഉണ്ടായിരുന്നല്ലാതെ പിന്നെ അറിഞ്ഞില്ലെന്ന് വേണം പറയാ. ഞങ്ങൾ അത്രയും നല്ലൊരു അനുഭവം. പിന്നെ എന്ന് പറയാൻ നമുക്ക് നമ്മുടെ നാടും ആ തായ്ലൻഡ് നാടും ഒരുപാട് നമ്മൾ സ്ത്രീകൾക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഫ്രീഡവും ഇല്ല. പക്ഷെ ഫുൾ ഫ്രീഡം അവിടെ. നമുക്ക് ഒന്നും പേടിക്കാൻ, നമുക്ക് എവിടെ നല്ല സ്വാതന്ത്ര്യമായിട്ട് സഞ്ചരിച്ച് നമുക്ക് എപ്പോ സമയത്ത് നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കയറി വരാം. ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുമോ? ഇല്ല. നമുക്ക് അവിടെ ഒന്നും പേടിക്കണ്ട. അവിടെ പുരുഷന്മാർക്ക് പേടിച്ചാൽ നമുക്ക് ഒന്നും പേടിക്കണ്ട. അവിടെ അത്ര നല്ലൊരു സ്വാതന്ത്ര്യമുള്ള. ഞങ്ങൾ അന്ന് ആ കടപ്പുറത്തൊക്കെ ഇരുന്ന് ഞങ്ങൾ എല്ലാരും കൂടെ കണ്ട് ഒരുപാട് നേരം ഇരുന്ന് ഞങ്ങള് ഒരു പാതിരാത്രിയൊക്കെ കഴിഞ്ഞ ഞങ്ങള് റൂമിലെത്തിയത്. അങ്ങനെ ഒരു ദിവസം. അതുപോലെ തന്നെ നമ്മള് കടലിൽ കൂടെ ഈ ആളുകളുടെ കൂടെ ഇങ്ങനെ ബോട്ടിലൊക്കെ കയറി പോകുന്നത് കണ്ടിട്ട് ഓർക്കും, ഇതിനകത്തൂടെ കയറി പോയാൽ കടലിൽ പോയി വീഴുവോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് ആ ബോട്ടിനകത്തൊക്കെ കയറി എന്ത് രസമായിരുന്നു ഞങ്ങൾ എല്ലാരും. പിന്നെ ഇവരെല്ലാരും കടലിൽ ഇറങ്ങിയപ്പോ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല വേണ്ട, എനിക്ക് നടുവിന് പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. വെള്ളത്തിലങ്ങനെ ഇറങ്ങിയെന്ന് വല്ല വേദന വന്ന് തിരിച്ചു പോരേണ്ടത് ഓർത്ത് വെള്ളത്തിൽ ഞാൻ ഇറങ്ങിയില്ല. ബാക്കി എല്ലാ കാര്യത്തിനും ഒപ്പം അവരുടെ ഒപ്പം നിൽക്കാനും അതൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും പറ്റാത്ത ഇത്രയും നല്ലൊരു നമുക്കുണ്ട്. നമ്മുടെ പോച്ച് തന്നതല്ലേ, നമുക്ക് തരാന്ന് പറയുമ്പോ എല്ലാരും പറയും, ഓ ഇത് ചുമ്മാ കളിപ്പീരാ. തായ്ലൻഡിൽ എന്റെ വീട്ടിലുള്ളവർ വരെ പറഞ്ഞു ഇതൊക്കെ ചുമ്മാ കളിപ്പീര, ഒന്നും പോകാൻ വേണ്ടിയൊന്നുമല്ല, നിങ്ങളൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന. ഞാൻ പറഞ്ഞ അന്നേരം ഞാൻ കേട്ടോളാം. പക്ഷെ പോയി വന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. അതൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മളത് അവിടെ പോയി അനുഭവിച്ചാലേ പറ്റത്തുള്ളൂ. പിന്നെ ബീച്ചിലും ഓരോ സ്ഥലങ്ങളിലും പിന്നെ ഫ്ലവേഴ്സ് കാണാൻ പോകാൻ പറ്റിയില്ല. അതിന് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അതാ ഒന്നാമത്തെ കാര്യം. അതിന് പോകണമെന്ന് വലിയ ആഗ്രഹം സന്ധ്യ മാഡത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ പറയുന്നത് ഇനി ഇങ്ങനെയുള്ള ഓരോ അച്ചീവ്മെന്റുകൾ കിട്ടുമ്പോൾ നമ്മളത് ഉൾക്കൊണ്ട് നമ്മളതിൽ വർക്കെടുത്താൽ നമുക്ക് അതിന് പോകാൻ പറ്റും. അതിനെല്ലാവരും തയ്യാറാകണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. നമ്മള് ഈ ുള്ളിൽ ഒതുങ്ങിക്കിടന്ന് നമ്മുടെ ഭർത്താവിന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ലാസ്റ്റ് ഉണ്ടാകത്തില്ല. നമുക്കൊരു സന്തോഷം, ഒരു ജീവിതവും ഇല്ല, ഒന്നുമില്ല. കിടന്ന് ഒഴുകി മരിക്കെ നമുക്ക് വിജിക്കാട്ട് ഒരുപാട് സ്വപ്നങ്ങൾ തന്നു. ആ സ്വപ്നമൊക്കെ നിങ്ങളുടെ കാര്യം പറയാണ്ട് നമ്മുടെ ലീഡേഴ്സ് എല്ലാം കൊണ്ട് ഓരോരുത്തർ ഓരോ അനുഭവങ്ങളായിട്ട് പറഞ്ഞു തീർന്നില്ല. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് പോയി എനിക്ക് പറ്റുന്നതിലൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് പേര് നമ്മളെക്കാളൊക്കെ പ്രായം കുറഞ്ഞ കാര്യങ്ങൾ ക്ഷമയുടെ ആയാലും അനിതാ ജെൻസിനാണ് നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അതായത് നസീമ മാഡം പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തിൽ. നമ്മള് നസീമ മാഡം
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ അത് നേടിയെടുത്ത ആദ്യത്തെ നമ്മൾ ഫിജി കാർഡിൽ നിന്ന് ഈ ഓഫർ വെച്ചപ്പോ ആദ്യം തന്നെ നേടിയെടുത്തതാണ് നമ്മുടെ നസീമ മാഡം. ആ നസീമ മാഡം തന്നെയാണ് ഇപ്പൊ ആദ്യം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നമ്മുടെ അയൽവാസികളും നമ്മുടെ കൂടെ ഉള്ളവരും ഒക്കെ അത് ഇതുപോലെ തന്നെ പറയും. അവർ തരാന്ന് പറയുകയല്ലാണ്ട് ഒരു കാര്യവും നമുക്ക് കിട്ടൂല, നിങ്ങളെ കളിപ്പിക്കാനാണ്, പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷെ ഇത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനും നമ്മൾ അത് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ അറിയുമ്പോൾ അവർക്കും വീണ്ടും വീണ്ടും ഇതിനകത്തേക്ക് ഇനി മാറി നിൽക്കുന്നവർക്ക് കയറി വരുവാനുള്ള ഒരു സന്ദർഭമായിട്ട് മാറും. ഏതായാലും ഓക്കെ, താങ്ക് യു നസീമ മാഡം. അടുത്ത് നമ്മുടെ ആതിര മാഡം. ആതിര മാഡം മാഡം ഓക്കെയാണോ എന്റെ വോയിസ്? കേൾക്കാം മാഡം, സംസാരിച്ചോളൂ. വെൽക്കം ടു സേവനായം. ഗുഡ് മോർണിംഗ്. താങ്ക് യു മാഡം. ഒരു വലിയ യാത്രയുടെ സന്തോഷമാണ് എല്ലാവരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഒരു 7am ഒരു വലിയ ദിവസങ്ങൾ ഒന്നും മതിയാവില്ല ഞങ്ങൾക്ക് ആർക്കും ഈ ഒരു 3 ദിവസത്തെ പറ്റി പറഞ്ഞു തീർക്കാനായിട്ട്. കാരണം സ്വപ്നം കണ്ടതൊക്കെ നമുക്ക് നേടാനും എടുക്കാനൊക്കെ പറ്റും. അതിനേക്കാൾ എല്ലാം ഉപരിയായിരുന്നു തായ്ലൻഡ് എന്ന യാത്ര, ആ ഒരു ഫ്ലൈയിങ്. ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ സന്തോഷം പാസ്പോർട്ടിലെ ആദ്യത്തെ ഒരു സീല് മുതൽ അങ്ങ് തുടങ്ങിയിട്ടുണ്ടല്ലോ. തിരിച്ചു വരണോ, അവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്താലോ എന്നോർക്കാത്ത ഒരാള് പോലും ഈ പോയ യാത്രയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടുന്ന് പോകുമ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു, യാത്രകളെ പറ്റി പറയുന്നു, എന്തൊക്കെയോ. അതിന് തിരിച്ചു പോരുമ്പോ എങ്ങനെയാണ് എത്തിയിട്ട് പിന്നെ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചായിരുന്നു നമ്മൾ ആരും ഓർത്ത തായ്ലൻഡേ അല്ല തായ്ലൻഡ് എന്നത് നമുക്ക് നമ്മുടെ കമ്പനി കാണിച്ചു തന്നെ. അത് ചെറിയൊരു കാര്യമല്ല. കാരണം ഇപ്പൊ നമ്മുടെ ഇത്ത പറഞ്ഞ പോണം തന്നെ അവിടെ ചെന്നിട്ട് ഏറ്റവും അധികം ഫീൽ ചെയ്തത് നമ്മളെല്ലാം നമ്മുടെ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ കുറ്റം പറയുന്നതല്ല, എപ്പോഴും പറയാറുണ്ട് നമ്പർ 1 ആണ്, ശരിയാണ്. പക്ഷെ മറ്റൊരു രാജ്യത്ത് ചെന്നപ്പോഴാണ് ദ റിയൽ ഫ്രീഡം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയത്. നമ്മള് ചില ഇടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറു രാജ്യത്ത് ചെന്നപ്പോ അതൊന്നും ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ നെഞ്ചും വിരിച്ച് നിന്ന് ഓരോ ആളുകളുടെ ഇടയിലേക്ക് ചെല്ലാനും അവിടുത്തെ ഒരാളായിട്ട് നിന്ന് പ്രോഗ്രാമുകളെ എൻജോയ് ചെയ്യാനൊക്കെ സാധിച്ചു എന്നതായിരുന്നു ഒരു വലിയ സത്യം എന്നത്. പിന്നെ മറ്റൊരു കാര്യം, എന്റെ ഒന്നും ജീവിതത്തില് ഈ ഒരു എന്താ പറയാ, ഒരു ചെറിയ എവിടെയെങ്കിലും ഒക്കെ ഒരു യാത്രകളൊക്കെ പോവാ എന്നതല്ലാതെ സ്വപ്നത്തിൽ പോലും ഉള്ളതായിരുന്നില്ല ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. ഫസ്റ്റ് ടൈം നമ്മുടെ ഫിജിക്കാളില് ഈ ഒരു ഇതിന്റെ പോസ്റ്റർ വന്ന സമയത്ത് ഒരു സ്റ്റാറ്റസ് ഇടാനായിട്ട് ഒരു പോസ്റ്റർ, അല്ലാതെ എനിക്ക് ഈ ഒരു യാത്ര ചെയ്യാൻ സാധിക്കും എന്നത് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആ ഒരു സ്റ്റാറ്റസ് വേണം സന്ധ്യ മാഡം, അനിത മാഡം എന്ന് ഞാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു. പക്ഷെ ഇത് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിന് ദൈവം പോലും നമുക്ക് റിസൾട്ട് തരും എന്നതായിരുന്നു എനിക്ക് ഈ യാത്ര പറഞ്ഞു തന്ന മറ്റൊരു റിയാലിറ്റി. കാരണം എന്നോട് എന്റെ വീട്ടുകാർ പോലും പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിന്, അല്ലെങ്കിൽ നീ കൊടുത്ത എഫേർട്ടിന് നീ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞു കാത്തൂനെ അവര് 3 ദിവസം നോക്കണം ഒരു ടെൻഷനും ഇല്ലാതെ പോയിട്ട് പോരെന്ന് പറയും. കാരണം വേറൊരു ഇതിലാണെന്നുണ്ടെങ്കിൽ ഇനി എന്റെ കയ്യിൽ ഒരുപാട് കാശും പണവും ഒക്കെ ആയി, ഞാൻ റിച്ച് ആയി എന്ന് വിചാരിക്കട്ടെ, പക്ഷെ ഒരിക്കലും എനിക്ക് ഒരു സപ്പോർട്ട് എന്റെ ഫാമിലിന്ന് ഉണ്ടാവായിരിക്കാം, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷെ ഇതെല്ലാം എനിക്ക് കാണിച്ചു തന്നത് എന്റെ ഫിജിക്കാർഡാണ്. ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർത്തത്, എന്നോട് സന്ധ്യ മാഡം പ്ലാൻ പറഞ്ഞ് ഞാൻ ആ ടൈം വേസ്റ്റ് ചെയ്യാതെ ഐഡിയ അടിച്ചല്ലോ എന്നതും, രണ്ടാമത് പോസ്റ്റർ വന്ന സമയത്ത് എനിക്കിത് വേണമെന്ന് ഓർത്തല്ലോ എന്നുള്ളത് എന്റെ 2 സമയമാണ് ഫ്ലൈ ചെയ്ത്. അതായത് നമ്മള് പ്ലെയിൻ ഇങ്ങനെ നൈസായിട്ട് പോയിട്ട് ഒരു ഫ്ലൈയിങ് ചെയ്യുന്നൊരു ടൈം ഉണ്ട്, അൺസൈക്കബിൾ ആണ്. അതായത് അനുഭവിച്ച് തന്നെ അറിയണം എന്നുള്ളതാണ്. പിന്നെ അതിനും രസമാണ് ഇങ്ങനെ പോയി നമ്മൾ പ്ലെയിൻ ഇങ്ങനെ ചെരിയൊക്കെ ചെയ്യും. എനിക്ക് തായ്ലൻഡ് ചെന്നതിനേക്കാൾ ഇഷ്ടമാണോ പ്ലെയിനിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അത്രയേറെ അനുഭവിച്ചറിയണം. നമ്മളീ പറയുമ്പോ പറയുന്നതിനേക്കാൾ എല്ലാം എത്രയോ ഉപരിയാണെന്നറിയോ കിട്ടിയ സന്തോഷം. ഒരുപാട് പേർക്ക് പറയാനുണ്ടാവും സന്തോഷത്തെ പറ്റി, അവരനുഭവിച്ച ഓരോ മൊമെന്റ്സിനെ പറ്റി. എന്തായാലും ഇത്രയും നല്ലൊരു കമ്പനിയുടെ ഭാഗമാവാൻ സാധിച്ചതില്, ഇത്രയും നല്ലൊരു ടീമിന്റെ കൂടെ ഇത്രയും നല്ലൊരു
ഒരു ചെയർമാന്റെ കൂടെ കാരണം സേഫ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൊണ്ടുപോയി തിരിച്ചെത്തിച്ച ആ ഒരു ബിസിനസിനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുകയാണ്. അത്രയും സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ. താങ്ക് യു ആതിര മേഡം, താങ്ക് യു. അപ്പൊ ആതിര മേഡം പറഞ്ഞതുപോലെ തന്നെ ആതിര മേഡം ഇത് പറയുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഉള്ള ഒരു അനുഭവമാണ് എന്നിലേക്ക് വരുന്നത്. അതുപോലെ ആയിരിക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നത്. കാരണം നമ്മൾ അത്രയും സന്തോഷകരമായി നോക്കിയിരുന്ന ഒരു മുഹൂർത്തമാണത് അല്ലേ. അത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്കത് തോന്നും. ഇത് എല്ലാവർക്കും ഫീൽ ചെയ്യും. കാരണം ഇനി ഒരു ഓഫർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകണം. അതാണ്. അപ്പൊ നമുക്ക് പറയുന്നതെല്ലാം തരുന്നതാണ് നമ്മുടെ കമ്പനി എന്ന് തെളിയിക്കാനുള്ള ഒരു നല്ലൊരു സന്ദർഭം കൂടിയാണിത്. ഓക്കെ, താങ്ക് യു ആതിര മേഡം. അടുത്ത് നമുക്ക് അശ്വതി മേഡം. അശ്വതി മാഡം. ഓക്കെ, സന്ധ്യ മേഡം ഉണ്ട്. സന്ധ്യ മേഡം, വെൽക്കം ടു സേനയം. താങ്ക് യു ജമീല മാഡം. വെൽക്കം ടു സേനയം. റിച്ച് മോർണിംഗ്. ഒരുപാട് കാര്യങ്ങൾ അതിന് പറഞ്ഞ പോലെ തന്നെ ഒരു 7 AM ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ്. ഞങ്ങള് 14 പേര് വേറൊരു ലോകത്തായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ കൂടെ 32 പേരുണ്ടായിരുന്നു നമ്മൾ പോയത്. പക്ഷെ ഈ 32 പേരെ പോലും ഞങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ആ എയർപോർട്ടിലേക്ക് ചെന്ന് ഇന്നലെയൊക്കെ ഇവിടെ ഇരുന്നിട്ട് എന്റെ ഹസ്ബൻഡ് ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നതും അവിടെ നിന്ന് സംസാരിക്കണം എന്നൊക്കെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങക്ക് കമ്പനി ഒരു ഗിഫ്റ്റ് കിറ്റ് ഒക്കെ തന്നു. ഒരു ബാഗ്, ഒരു തൊപ്പി, പിന്നെ ഒരു ഫയല്, അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾക്ക് തന്നിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾ പേര് വിളിച്ച് വാങ്ങണതൊക്കെ ചേട്ടൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിൽക്കണം വർത്തമാനം പറയണതൊക്കെ. അത് വീണ്ടും ഇന്നലെ വെറുതെ എടുത്ത് ഇങ്ങനെ ഫോണിൽ കണ്ട സമയത്തേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള ഒരു സങ്കടം ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോ ഇനിയും നമ്മള് ഫ്ലൈറ്റിൽ പോയി. ഇതിനു മുമ്പ് നമ്മുടെ 7 AM ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടാവും. ഞാൻ ഇതിനു മുമ്പ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് ദൂരമല്ല, ഇന്ത്യയുടെ ഉള്ളില്. പക്ഷെ ഇപ്പൊ ആദ്യം പറഞ്ഞുവല്ലോ ആ ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങിയപ്പോ ഉണ്ടായ ഒരു അനുഭവം. ഇതിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊരു ഈ കെട്ട് പൊട്ടിയ പട്ടം പോലെയാ പോയത്. നമ്മള് ഇവിടുന്ന് നമ്മളും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ആണ് പോയത്. അതൊരു ഭയങ്കര വ്യത്യസ്തമായ കാര്യമാണ്. നമ്മള് അല്ലാത്ത സമയത്ത് പോകുന്നത് എപ്പോഴും നമ്മുടെ ഫാമിലിയുടെ കൂടെ, ആങ്ങളയുടെ കൂടെ, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ, അങ്ങനെയൊക്കെ ആയിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് കൂടുതലും ആളുകൾ ഫ്ലൈ ചെയ്ത് പോകുന്നത് വിദേശത്തേക്ക്, ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അവരുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാവും. അവിടെ ചെന്ന് കഴിയുമ്പോ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ഏതായിരിക്കും. കാര്യം ചിലപ്പോ അവരും ഒറ്റയ്ക്കായിരിക്കും പോണത്, പക്ഷെ പഠിക്കാനായിരിക്കും പോണത്, അല്ലെങ്കിൽ ചിലപ്പോ മക്കളുടെ അടുത്തേക്കായിരിക്കും പോകുന്നത്. അമ്മമാരൊക്കെ വിദേശത്ത് പോകുന്നത് അങ്ങനെയാണല്ലോ. അവിടെ ഈ പറഞ്ഞ 3-4 കാറ്റഗറി പെട്ടവരൊക്കെ വിദേശത്ത് പോകുന്ന പോലെ ആയിരുന്നില്ല ഞങ്ങൾ പോയതെന്നുള്ളതാണ്. ഞങ്ങൾ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആകാശത്തേക്ക്, ഇന്നലെ ഞാൻ എന്റെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടോണ്ടോന്ന് എനിക്കറിയില്ല. അതിനകത്ത് ആ പാട്ടുകളുടെ വരി പറയുന്ന പോലെ ആ കാഗസ് കാതോ പങ്കിലേക്ക് ഉടുചല ജായ എന്നുള്ളത് സത്യമാണ്. അതായത് കടലാസിന്റെ 2 പട്ടം അല്ല 2 ചിറക് വെച്ചിട്ട് ഞങ്ങള് ഉയർന്നു പറക്കുകയായിരുന്നു. പ്രായത്തിന്റെ ബന്ധനങ്ങളൊന്നും ഇല്ലാതെ എവിടെയാണോ പോകാൻ പാടില്ല എന്ന് പറയുന്നത് അവിടെയൊക്കെ ഞങ്ങള് പോയി എന്നുള്ളതാണ്. അപ്പൊ ഇവിടുന്ന് എയർപോർട്ടിൽ ചെന്ന് എല്ലാവരും അങ്ങോട്ട് കണ്ട് ചിരി തുടങ്ങിയിട്ട് ഞങ്ങളുടെ ആ ചിരി മാഞ്ഞത്
തിരിച്ച് ഫ്ലൈറ്റ് ഇപ്പൊ കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പോണെന്ന് അവിടെ ക്രൂ അനൗൺസ് ചെയ്ത സമയത്ത് എല്ലാവരുടെ മുഖത്തെ ചിരിയൊക്കെ മാഞ്ഞു, ഒരു സങ്കട ഭാവമായി. അപ്പൊ പുറയിലിരുന്ന് ആരോ പറഞ്ഞു, ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല കേട്ടോ, ഞങ്ങള് ഫ്ലൈറ്റിൽ കയറിയിട്ടും പാട്ടും വർത്തമാനവും ചിരിയും തമാശയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ആരോ വിളിച്ചു പറയണ്ടായിരുന്നു, ഫ്ലൈറ്റ് കൊച്ചിയിൽ ഇറക്കല്ലേ തിരിച്ചൊന്ന് പറക്കെന്ന് പറയണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാര്യം. ഈ കൂട്ടുകെട്ടാണ്. പിന്നെ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കൂടെ വന്ന ക്രൂ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇന്റിമേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് വലിയ അടുപ്പില്ലാത്ത ആരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 32 പേരിൽ ഞങ്ങൾ ആ ട്രിപ്പ് ഞങ്ങളുടേതാക്കി മാറ്റി. ഞങ്ങളുടെ ഇടയിലേക്ക് വേറൊരാൾക്കും കയറേണ്ടി വന്നില്ല, ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ടി വന്നില്ല. ഞങ്ങളുടെ ഇടയിൽ തന്നെ എല്ലാ ഹാപ്പിനെസ്സും അവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ചിരി 3 ദിവസം കൊണ്ട് സത്യം പറഞ്ഞ ഈ കവിളും ഈ താടിയുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ വേദന എടുത്തു തുടങ്ങി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ചിരിക്കാൻ അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ചിരി നിർത്താൻ പറ്റുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് വരുന്ന കൗണ്ടറുകള് എന്റെ ദൈവം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ പൈസ വേണ്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ സന്തോഷത്തിന്റെ പ്രധാന കാരണം 10 പൈസയുടെ ആവശ്യമില്ല. ചെല്ലുക, എയർപോർട്ടിൽ നിൽക്കുക, ക്ലിയറൻസ് ഒക്കെ കഴിയുക, പോവുക, ഫ്ലൈറ്റിൽ കയറുക, ഇരിക്കുക, അവിടെ ചെന്നിറങ്ങുക, നല്ല വെൽക്കം, നല്ലൊരു പാവം ഒരു മനുഷ്യനൊരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടായത്. പിന്നെ അടിപൊളി AC ഒരു സൂപ്പർ ബസ്സിലേക്ക് നമ്മൾ കയറി. അവിടെ കാശ് വേണ്ട, ഹോട്ടലിൽ ചെന്നിറങ്ങുമ്പോ കാശ് വേണ്ട, ഭക്ഷണം കഴിക്കാൻ കാശ് വേണ്ട, ചുറ്റിക്കറങ്ങാൻ പോകുമ്പോൾ കാശ് വേണ്ട. അപ്പൊ പൈസ എന്ന് പറയുന്ന ഒരു ഏരിയയെ കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഒരു പകുതി സ്വസ്ഥമായി. മറ്റത് ബസ്സിൽ കയറുമ്പോ എത്രയാവുമായിരിക്കോ, ബസ് ബുക്ക് ചെയ്യാൻ എത്രയാവുമായിരിക്കോ, ഹോട്ടലിൽ എത്രയാവുമായിരിക്കോ, ഫുഡിന് എത്രയാവുമായിരിക്കോ എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് വരും. അതൊന്നും ഇല്ല എന്നുള്ളത് വേറൊരു സന്തോഷം. പിന്നെ പറയാതെ വയ്യ, ലക്ഷറി ട്രിപ്പ് എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് കൊണ്ടുപോയി കൊണ്ടുവരിക എന്നുള്ളതല്ലായിരുന്നു കമ്പനി ചെയ്തതെന്നുള്ളതാണ്. ആ കാര്യത്തിലാണ് കമ്പനിയോടും ബോബി സാറിനോടും ഉള്ള കടപ്പാട്. തായ്ലൻഡിലേക്ക് വേണമെങ്കിൽ നമ്മളെ അത്രയും വലിയ ഹോട്ടലിലൊന്നും കൊണ്ട് താമസിപ്പിച്ചില്ല എന്നോർത്ത് നമ്മളാരും പരാതി ഒന്നും പറയാൻ പോകില്ല. കാരണം നമ്മൾ ഒന്നും ഇല്ലാത്ത ആളുകളാണ്. നമ്മളെ ഒരു സാധാരണ ഒരു കൊള്ളാവുന്ന ഒരു സാധാ ഹോട്ടലിൽ താമസിപ്പിച്ചാലും നമ്മൾ ഓക്കെയാണ്. പക്ഷെ ഒരു 4 സ്റ്റാർ ഫെസിലിറ്റിയില് ഒരു 2 പേർക്ക് മാത്രമായിട്ട് ഒരു റൂം, അത് ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തെ സൗകര്യങ്ങളുള്ള ഹോട്ടല്, അവിടെ നമ്മുടെ ബഡ്ഡി പേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഓരോ റൂമില് താമസിച്ച് ഇഷ്ടമുള്ള ഡ്രസ്സ്. അവിടെ ചെന്നപ്പോ ഒരു അബദ്ധം തോന്നി, കുറച്ചും കൂടിയൊക്കെ മോഡേൺ ആയ ഡ്രസ്സൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകായിരുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൊണ്ടുപോയതൊന്നും പോരായിരുന്നു. അവിടെ നമുക്ക് എന്തും ട്രൈ ചെയ്യാം. അവിടെ ആരും തുറച്ചു നോക്കാനില്ല, നമ്മളെ ആരും കമന്റ് അടിക്കാനില്ല, നമ്മളെ കുറിച്ച് അഭിപ്രായമോ അവരെന്താ കാണിച്ചോണ്ട് നടക്കണേന്നൊന്നും ചോദിക്കാൻ അവിടെ ആരും ഇല്ല. നമുക്ക് അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് ഞങ്ങള് 14 പെണ്ണുങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. രാത്രി 10 മണി മുതൽ 1 മണി വരെ ഞങ്ങൾ തായ്ലൻഡില് പട്ടായ ബീച്ചില് ഞങ്ങൾ 14 പേര് ഇരുന്നു, പാട്ടുപാടി, ഡാൻസ് കളിച്ചു, മണലിൽ മലർന്നിങ്ങനെ ആകാശം നോക്കി കിടന്നു. തായ്ലൻഡ് എന്താണെന്നുള്ളത് ഞങ്ങള് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കി കണ്ടു. നമ്മൾ പറയുന്ന തായ്ലൻഡ് അല്ല യഥാർത്ഥ തായ്ലൻഡ്. അവിടെ എന്തും വേണ്ടവർക്ക് അവിടെ ചെന്നാലുണ്ട്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുക, നമുക്ക് വേണ്ടത് എന്താണ്, നല്ലതാണോ, നമ്മൾ ടൂറിസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനാണോ പോയത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിക്കാണോ പോയത് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തോണ്ടാൻ ആരുമില്ല, പെണ്ണുങ്ങളെ കമന്റ് അടിക്കാൻ ആരുമില്ല. ഞങ്ങളൊരു ഷോക്ക് പോയി. അപ്പൊ ഞാന് ആണല്ലോ ഇവരുടെ ടീമിന്റെ ഒരു ലീഡർ. അപ്പൊ ഞങ്ങൾ ഈ ഷോക്ക് പോകുമ്പോ എന്റെ കൂടെ 14 സ്ത്രീകളാണുള്ളത് അല്ലെ. അപ്പൊ ഇവര് ചെറിയ പിള്ളേരുണ്ട്, ബൻസുണ്ട്, ആതിരയുണ്ട്, അങ്ങനെയുള്ള കുട്ടികൾ മുതല് നമ്മുടെ കൂടെ നസീമത്ത വരെ ഉണ്ട്. അപ്പൊ ഈ ഇത്രയും ഇവരെ ലേഡീസിനെ ആ ഷോക്ക് കൊണ്ടുപോയി തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ടെൻഷൻ വരും അല്ലെ. അയ്യോ ഇവരെവിടെ നമ്മുടെ നാട്ടിലൊരു സിനിമയ്ക്ക് പോയ എന്റെ മോള്, അവൾക്ക് 22 വയസ്സുണ്ട്. പൊതുവേ ഒരു പെൺപിള്ളേരുടെ ഒരു കെയറിങ്ങും കൊടുക്കണ്ടാത്തൊരു പെങ്കൊച്ചാണ് എന്റെ പെങ്കൊച്ച്. അങ്ങനെ ഒരു പ്രശ്നമില്ല, അതതിന്റെ കാര്യം നോക്കി പോകോളും. പക്ഷെ എന്നാ പോലും എനിക്ക് പെരുമ്പാവൂർ ഒരു സിനിമ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷൻ, അയ്യോ അവളെവിടെ എന്നുള്ളൊരു ഒന്ന് തടുത്ത് പിടിക്കാൻ നമുക്ക് തോന്നും ഈ പെൺപിള്ളേരെ. ഇവിടെ അതിന്റെ ഒന്നും ഒരു പ്രശ്നമില്ല. അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് സേഫാണ്. നമ്മളെ ഒരാളും ഉപദ്രവിക്കാൻ വരില്ല. പാതി രാത്രി നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി നടന്ന് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക് നമുക്ക് എത്താം.
പിന്നെ ഇതൊക്കെ തായ്ലൻഡിന്റെ പിന്നെ നല്ല നീറ്റായ സിറ്റി, ഒരു പൊല്യൂഷനോ ഒരു ചീത്ത സ്മെല്ലോ അല്ലെങ്കിൽ വേസ്റ്റോ പ്ലാസ്റ്റിക്കോ കുപ്പികളോ ആരെങ്കിലും റോഡിൽ തുപ്പിയിടോ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവർ ടൂറിസത്തെ അത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അതിനൊക്കെ വിദേശികളെ വീണ്ടും വീണ്ടും ആകർഷിക്കാനുള്ള എല്ലാം അവിടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഞങ്ങള് നമ്മുടെ കൂടെ വന്ന കുറെ പേര് പാരാഗ്ലൈഡിങ് നടത്തി ആകാശത്തേക്ക് പാരച്ചൂട്ടിൽ കടലിന്റെ മുകളിൽ കൂടെ പറന്നു, കുറെ പേര് കടലിന്റെ അടിയിൽ കൂടെ നടന്നു. പിന്നെ ഞങ്ങളൊക്കെ ആ സമയത്ത് കടലിൽ കുളിച്ചു ഒരു 3 മണിക്കൂർ. എനിക്ക് കടലൊരു വീക്ക്നെസ് ആണ്, എവിടെയാണെങ്കിലും എനിക്ക് വെള്ളത്തിൽ ചാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു 3 മണിക്കൂർ കടലിൽ അങ്ങോട്ട് കിടന്നു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കടൽ പോലെയല്ല, നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പാദം എത്ര ആഴത്തിലാണെങ്കിലും നമ്മുടെ പാദം നമുക്ക് കാണാം. അത്ര ക്ലിയർ വാട്ടറും വെള്ള മണലുമാണ്, പഞ്ചസാര മണലുമാണ്. പിന്നെ വല്ലാത്തൊരു ബ്ലൂ ആണ് ആ വെള്ളത്തിന്. അപ്പൊ ഇതൊക്കെ നമ്മളങ്ങടെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മളാ ബോട്ടിലെ യാത്ര, അവിടുത്തെ ഭക്ഷണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങള് നല്ല രസകരമായിട്ട് ഞങ്ങള് പോയിട്ട് വന്നു. എന്താ പറയാ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ കൺസെപ്റ്റ് എന്തെങ്കിലൊക്കെ കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിട്ട് കളയാതിരിക്കുക. എന്റെ റിക്വസ്റ്റ് ആണത്. കാരണം നമുക്ക് ഒരു ജീവിതമുള്ളൂ, ഒരേ ഒരു ലൈഫുള്ളൂ. കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ കയ്യിലേക്ക് ഈ കൺസെപ്റ്റ് ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ നമ്മളിൽ എന്തോ കണ്ടിട്ടുണ്ട്. അത് കുഞ്ഞു നിസ്സാര വലിയ എന്തെങ്കിലും കാര്യം കൊണ്ട് വേണ്ടാന്ന് വെച്ച ആളുകളെ നമുക്ക് ഓക്കെ എന്ത് ചെയ്യാം, അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ചില അപൂർവമായ ആളുകൾക്ക് വീട്ടിൽ നിന്ന് ഒരു തരത്തിൽ ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാതെ ആ പാവങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റാതിരിക്കാറുണ്ട്. പക്ഷെ ചില ആൾക്കാരുണ്ട്, നിസ്സാര കാര്യങ്ങളാണ്. ഇന്ന് ഐഡിയ അടിച്ചു, 10 ദിവസം കഴിഞ്ഞപ്പോ പ്രൊഡക്റ്റ് വന്നില്ല, ഞാനിനി ഇല്ല. ഇന്നലെ ഒരു മാച്ചിങ് നടന്നു, അക്കൗണ്ടിൽ പൈസ കയറിയില്ല, ഞാനിനി ഇല്ല. ഞാൻ 4 ആളോട് പറഞ്ഞു, അവരൊന്നും ഇത് കേൾക്കണില്ല, ഞാനിനി ഇല്ല. 7MB കയറാൻ പറഞ്ഞു, BOPക്ക് ലീഡർ വിളിച്ചു, എപ്പോഴും മീറ്റിംഗാ, ഞാനിനി ഇല്ല. അല്ലെ, എനിക്ക് അവരെ കുറിച്ചൊക്കെ ഞാൻ ഓർത്തത്. ഇങ്ങനെ കയ്യിൽ കിട്ടിയ ഇത്രയും വലിയൊരു ബ്ലെസ്സിങ് എന്തിനു വേണ്ടിയിട്ട് അവർ വിട്ട് കളയണം എന്നുള്ളതാണ്. അപ്പോ നമ്മൾ കാണുന്നത് മാത്രമല്ല, നമ്മുടെ ജമീലത്തെ പറഞ്ഞ പോലെ, നസീമത്തെ പറഞ്ഞ പോലെ, നമുക്ക് കുടുംബം വലുതാണ്, ഭർത്താവ് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, മക്കളെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ എന്ന് പറയുന്ന ഒരാളുണ്ട്, നമ്മൾ സന്തോഷിപ്പിക്കേണ്ട, നമ്മൾ മാത്രം സന്തോഷിപ്പിക്കേണ്ട ഒരാളാണ് നമ്മൾ മാത്രം കെയർ കൊടുക്കേണ്ട ഒരാളാണ് നമ്മളാണ് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത്. നമ്മളാണ് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് റെസ്പെക്ട് കൊടുക്കേണ്ടത്. ഏറ്റവും ആദ്യം നമ്മളെ എന്ന് പറയുന്ന ഒരാളെ സന്തോഷിപ്പിക്കാതെ, സ്വയം സന്തോഷിക്കാത്ത ഒരാൾക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ? ഇത് സ്വാർത്ഥതയല്ല, ഇത് സെൽഫിഷ്നെസ് അല്ല, ഇത് സെൽഫ് ലവ് ആണ്. സ്വയം സന്തോഷിക്കുക, സ്വയം സ്നേഹിക്കുക. സെൽഫ് ലവ് ഈസ് എ ഡിവൈൻ റെസ്പോൺസിബിലിറ്റി. അത് ആദ്യം മനസ്സിലാക്കുക. സ്വയം സ്നേഹിക്കുക, സ്വയം സന്തോഷിക്കുക എന്നുള്ളത് ഒരു ഡിവൈൻ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളുടെ പവിത്രമായ ഒരു ഉത്തരവാദിത്വമാണ്. അതിന് നമുക്ക് ഫിജിക്കാട്ടുകാർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ഫിജിക്കാട്ട്. ഈ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് ആകെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോബ്ലം എന്താ? 100 കണക്കിന് ആളുകൾ നോ പറയുന്നുള്ളത് മാത്രമാണ്, അല്ലെ? 100 കണക്കിന് ആളുകൾ നോ പറയും എന്നുള്ള ഒരു പ്രശ്നമല്ലാതെ നമ്മൾക്കൊരു ബിസിനസ് തുടങ്ങിയതിന്റെ പേരിൽ മറ്റു ബിസിനസ് തുടങ്ങിയ മനുഷ്യര് ഫേസ് ചെയ്യേണ്ട യാതൊരു പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. മെഷീനറി നോക്കണ്ട, കമ്പനി നോക്കണ്ട, മാർക്കറ്റ് നോക്കണ്ട, ക്വാളിറ്റി നോക്കണ്ട, പണിക്കാരെ നോക്കണ്ട, സ്കിൽഡ് ലേബേഴ്സിനെ തപ്പണ്ട, ഇത്ര മണിക്കൂർ പണിയെടുക്കണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ എന്ന് ആളുകളെ കാണുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലരുണ്ടോ അതെങ്ങനെയാന്ന് ചോദിക്കും, ചിലര് അതൊന്നും ഇല്ല എന്ന് പറയും. നമ്മളിത് രണ്ടും കേൾക്കാൻ വില്ലിങ്ങായ മാത്രം പോരെ. പിന്നെ ഞങ്ങൾ തായ് മസാജ് എടുത്തു. തായ്ലൻഡിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ? നല്ല ക്വാളിറ്റി ഉള്ള മസാജ് പാർലറുകൾ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ തായ് മസാജ് എടുത്തു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് മസാജ്, കാല്, പിന്നെ ഹെഡ് മസാജ്, നെക്ക്. നമുക്ക് അസുഖം വയ്യാകെ ഭയങ്കര
നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇങ്ങനെ എഴുതി പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തായ്ലൻഡ് വിശേഷങ്ങളിൽ ഉപരി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നമ്മുടെ കമ്പനി തരാമെന്ന് പറയുന്നു പറയാതിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ കമ്പനി ഓഫർ ഇടട്ടെ എന്നിട്ട് ഞാൻ നോക്കാന്ന് വെക്കരുത്. അങ്ങനെ വെച്ചിരുന്നെങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് ഇത്ര പേര് അച്ചീവ് ചെയ്യില്ല. ഞങ്ങൾ അച്ചീവ് ചെയ്തതിന്റെ ഫുൾ ക്രെഡിറ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന പ്രോഗ്രാമിനാണ്. ഫുൾ ക്രെഡിറ്റ്. ആ മൈൽ സ്റ്റോൺ കഴിഞ്ഞ് എല്ലാവരും പ്ലാൻ പറയാൻ ഇറങ്ങി ഓടി 2 മാസം കഴിഞ്ഞപ്പോ 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ എന്ത് വന്നത്, ഈ ഓഫർ വന്നത്. അപ്പൊ പ്ലാൻ പറഞ്ഞു വെച്ച് നോ പറഞ്ഞവര് താല്പര്യമുണ്ട്, പിന്നെ ആവട്ടെ, ഫണ്ട് ഉണ്ടാവട്ടെ, കല്യാണം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞാണ് കുറെ ആൾക്കാരുടെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അവരെ പോയി കണ്ട് കൺവിൻസ് ചെയ്താണ് ഓരോ ലീഡേഴ്സും അച്ചീവ്മെന്റിലേക്ക് എത്തിയത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ മുതൽ ഒരു ഓഫർ കമ്പനി അനൗൺസ് ചെയ്തു എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് വർക്കിലേക്ക് ഇറങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റണം. ഇത് നിങ്ങൾ ദയവ് ചെയ്ത് വിട്ട് കളയരുത്. നമുക്കൊന്നും അതല്ലാതെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ നമ്മളൊന്നും, ഇനിയിപ്പോ നമ്മൾ NSTM ആയാൽ പോലും ഉണ്ടല്ലോ, ഞങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ചിലപ്പോ നമ്മൾ NSTM ഒക്കെ ആയി കഴിഞ്ഞ് നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് പല രാജ്യങ്ങളൊക്കെ കാണാൻ പോയിരിക്കും. അപ്പോഴും ഒരു വേദന ഉള്ളിൽ ഉണ്ടാവൂലേ, ഓ പൈസ ഇത്രയും കൊടുത്തൂലോ അല്ലേ, അതുണ്ടാവും. അപ്പൊ ഇവിടെ അതില്ല. അതൊരു വലിയ കാര്യമാണ്, അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ എല്ലാവരും വർക്കിൽ ഫോക്കസ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. പറഞ്ഞ് കൊതി തീരുന്നില്ല, പറഞ്ഞ് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ എന്നെ ശപിക്കണ്ടാവും, ഇവരൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ ഞങ്ങൾക്ക് തുടങ്ങാനെന്ന് ഓർക്കണ്ടാവും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു ജമീല മാഡം, താങ്ക് യു. താങ്ക് യു തന്നെ വേണം. അപ്പൊ സന്ധ്യ മേഡം എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരുപാട് വാക്കുകളാണ് ഞങ്ങളിലേക്ക് പകർന്നു തന്നത്. അത് കേൾക്കുമ്പോൾ വളരെയധികം ഹൃദയം കുളിർന്നു കയറുകയാണ്. കാരണം ഇത്രയും നല്ലൊരു കൺസെപ്റ്റിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷം വേറെ തന്നെയുണ്ട്. പിന്നെ നമ്മൾ യാതൊരു മുതലുമുടക്കവും ഇല്ലാണ്ടാണ് നമ്മൾ ഈ പോകുന്നത്. യാതൊരുവിധ ഒരു ടെൻഷനും നമ്മളിലില്ല. ആ ടെൻഷൻ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് 3 ദിവസം നമ്മൾ നമ്മളെ തന്നെ മറന്ന് ജീവിച്ച ഒരു ദിവസങ്ങളാണ് ഈ കടന്നുപോയത്. അത് കഴിഞ്ഞു വന്ന സന്ധ്യ മേഡം എല്ലാവരെയും വളരെയധികം സന്തോഷത്തോടു കൂടി ഞങ്ങള് കാണുകയാണ്. അത് ഞങ്ങളും അനുഭവിച്ചറിയാണ്. ഓക്കെ, താങ്ക് യു സന്ധ്യ മേഡം. അപ്പൊ അത് അവിടെ തായ്ലൻഡില് ഒരു നമ്മുടെ ഒരു രാജ്ഞിയെ പോലെ കിരീടമൊക്കെ വെച്ചിരുന്ന മാല ഇടുന്ന ഒരു ഫോട്ടോ കാണാൻ, അതെന്തായിരുന്നു മേഡം? അത് സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറയാം മേഡം, അതിപ്പോ അനിത പറഞ്ഞു തരും. അനിത പറയും. എനിക്ക് പള്ളിക്ക് പോണം, അതാണ് ഇപ്പൊ ഞാനൊന്ന് ഇടിച്ചു കയറിയത്. ഹസ്ബൻഡൊക്കെ വെയിറ്റ് ചെയ്യുന്നു, അപ്പൊ അതുകൊണ്ടാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത്തെ ആ ഗൈഡ് അവിടെ അങ്ങനെ ഒരു ആൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരെയും മാലയിട്ടൊക്കെയാണ് സ്വീകരിച്ചത്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല, ഒരുപാട് ന്യൂ ജോയിനിങ് ഉണ്ടല്ലോ. എന്റെ പേര് അനിത ജെയ്സൺ. എന്താ പറയാ, ഭയങ്കര സന്തോഷമായിരുന്നു. എയർപോർട്ട് മുതൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ കമ്പനിയിൽ നിന്ന് അജയ് സാറും ജോസഫ് സാറും ഒക്കെ ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് തന്നെ വലിയൊരു സന്തോഷമായിരുന്നു, ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ബാഗും ആ തൊപ്പിയും ടീഷർട്ടും ഒക്കെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര അയച്ചത്. പിന്നെ സിമ മേഡം പറഞ്ഞ മാതിരി ഫ്ലൈറ്റിൽ ഞാനും ആദ്യമായിട്ട് കയറുന്നതാണ്. പല മിഥ്യാധാരണകളും ഫ്ലൈറ്റ് യാത്രയെ കുറിച്ച് ഉണ്ടായിരുന്നു. ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലായി. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് പൊങ്ങണതും താഴണതും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് തന്നെയായിരുന്നു യാത്ര. അതുമോണം തന്നെ അതിനകത്ത് കയറിയിട്ട് ഈ ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ നമ്മുടെ ടീമിൽ തന്നെ ഉള്ളവരായതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ വർക്കിന് പോകുമ്പോ ഒരു ഗ്യാങ് ആയിട്ട് വർക്കിന് പോകുമ്പോ KSRTC ബസ്സിൽ കയറി ഇരുന്നിട്ട് അങ്ങനെ ഇങ്ങനെ കലവില പറഞ്ഞ് അതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു പോകുന്ന ഒരു പ്രതീതിയായിരുന്നു. ശരിക്കും നമ്മള് അല്ലാത്ത എല്ലാവരോടും സംസാരിച്ച് വെറുതെ ഒരു ബസ്സിലിരിക്കുമ്പോ നമ്മൾ എങ്ങനെ തന്നെയാണോ അതേ രീതിയിൽ തന്നെ കമന്റ് അടിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഫ്ലൈറ്റ് യാത്ര. ഒരു ടെൻഷനും ഇല്ലാതെ. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. നമുക്കൊരു ലീഡർ തന്നിട്ടുണ്ടായിരുന്നു, ഒരു രഞ്ജിത്ത് സാറ്, നമ്മുടെ കോട്ടയം സ്റ്റോറിന്റെ ഓണർ ആയിരുന്നു. അപ്പൊ ആ സാറിന്റെ പുറകെ പോയി. പിന്നെ വിന്നീനെ മിസ് ചെയ്യും, ഗൈഡാണ്. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു ആ സാറ്. പിന്നെ അതുപോലെ നല്ലൊരു ബസ്, അടിപൊളി. നമ്മുടെ അവിടുത്തെ ബസ് ഒന്നല്ല,
ആ ബസ്സിൽ എന്ത് സുഖമായിരുന്നു എന്നറിയോ? അതുപോലെ ആ ബസ്സിൽ കയറി ഞങ്ങള് ഓരോ യാത്രകൾ കണ്ട് അങ്ങനെ നടന്നു. ശരിക്കും റിയൽ ഫ്രീഡം എന്താണെന്നുള്ളത് മനസ്സിലാക്കി, ആ നാടിന്റെ കൾച്ചർ മനസ്സിലാക്കി, എക്സ്പ്ലോർ ചെയ്ത്, അതായത് കമ്പനി പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമല്ല, ഇവിടുന്ന് പോവാൻ നേരത്ത് തന്നെ അജയ് സാറും ജോസഫ് സാറും പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഈ ട്രിപ്പില് ഫുൾ സ്വാതന്ത്ര്യം ഉണ്ട്, പറഞ്ഞേക്കുന്ന, നമുക്ക് തന്നേക്കുന്ന ആ ഒരു ടൈം മാത്രം നിങ്ങൾ പാലിക്കുക, അത് കഴിഞ്ഞ് നിങ്ങൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ പട്ടായ ബീച്ചിലായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു ദിവസം ഞങ്ങൾ സ്ട്രീറ്റ് വാക്കിങ്ങിന് ഇറങ്ങി, പല പല കാഴ്ചകൾ കാണാൻ പറ്റി, അവിടുത്തെ സംസ്കാരം മനസ്സിലാക്കാൻ പറ്റി. സ്ഥലങ്ങൾ കാണുക മാത്രമല്ല കേട്ടോ ചെയ്തേ, അതുപോലെ തന്നെ അവിടുത്തെ രുചികൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ആക്ടിവിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം പാറാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. എനിക്കത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് പാരസ്യൂട്ടിലൂടെ ഒന്ന് പറക്കുക എന്നുള്ളത്. അതെനിക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അതേപോലെ തന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു കടലിന്റെ അടിയിൽ പോയി ഒന്ന് നടക്കുക, മീനുകളെയൊക്കെ കാണുക. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു. കാരണം അത്രയേ അടിയിലേക്ക് കൊണ്ടുപോയി തലയിൽ ഒരു വലിയ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടപ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായെങ്കിലും പിന്നെ അങ്ങ് താഴെ ചെന്ന് കാല് മുട്ടി ഒരു കമ്പിയിൽ പിടിച്ച് നടന്നു. ഞങ്ങളുടെ കയ്യിലേക്ക് ബ്രെഡാണ് തന്നത്. ബ്രെഡ് തരുമ്പോ ഒരു കൂട്ടം മീനുകൾ വന്ന് പല നിറത്തില് പല വലുപ്പത്തിലുള്ള മീനുകൾ ഇങ്ങനെ വന്ന ആ ഒരു ബ്രെഡ് തീരണ അനുസരിച്ച് അവിടെ നിന്നിരുന്ന ഗൈഡ് നമുക്ക് ബ്രെഡ് ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. അത് എന്റെ പൊന്നോടൊന്ന് തിരിച്ച് കേറണ വരെ തിരിഞ്ഞ് അത് വീണ്ടും ആ മീനുകളെ നോക്കിക്കൊണ്ടാണ്. പിന്നെ നമ്മളുണ്ടല്ലോ, ആ ഹെൽമെറ്റ് വെക്കുമ്പോൾ നമ്മളുടെ ധാരണ നമ്മള് കഴുത്തൊപ്പമുള്ള ഒരു വെള്ളത്തിൽ കൂടെ പോവാന്നാണ്, അല്ലാണ്ട് നമുക്ക് ശ്വാസം മുട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ തിരിച്ചങ്ങോട്ട് പൊങ്ങിയപ്പോഴാണ് മനസ്സിലായി എത്ര അടിയിലായിരുന്നു നമ്മളെന്നുള്ളത്. അതൊക്കെ ഭയങ്കര വലിയ അനുഭവമാണ്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ബൈക്കിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ പേടിനെ ഇപ്രാവശ്യം അങ്ങോട്ട് മാറ്റി കളഞ്ഞു. വാട്ടർ ബൈക്കിൽ കയറിയപ്പോ അത് ഭയങ്കര സിമ്പിൾ ആണെന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ ബനാന ബോട്ടിങ് എല്ലാം ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. പിന്നെ അവിടുത്തെ കടലാണ് ഭയങ്കര ഭംഗിയാ. ഈ പറഞ്ഞ മാതിരി പഞ്ചാര മണലും അത് ബ്ലൂവും ഗ്രീനും കൂടി കലർന്ന ഒരു കളറാണ് വെള്ളത്തിന്. അപ്പൊ കടലിൽ കുറെ നേരം അവിടെ കിടന്ന് തുള്ളിക്കളിച്ച്, എന്താ പറയാ, ആരും നമ്മളെ നോക്കാനില്ലല്ലോ, നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാലോ. അപ്പൊ അങ്ങനെ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 2-3 ദിവസമാണ് തന്നത്. നമ്മുടെ ഗ്യാങ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, ഫുൾ കമന്റടിയും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ആ ഷോയിലൊക്കെ സുന്ദരിമാരായിട്ടുള്ള ആ പെണ്ണുങ്ങളെ കാണാൻ തന്നെ അവരുടെ കോസ്റ്റ്യൂംസും ബാക്ക്ഗ്രൗണ്ടും ലൈറ്റും ഒന്നും, അത് ഇന്റർനാഷണൽ ഷോ ആണല്ലോ. അപ്പൊ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് തായ്ലൻഡ് ട്രിപ്പിന്റെ വിശേഷങ്ങൾ പറഞ്ഞ തീരില്ല, അതുമാതിരി ഉണ്ട് ഒരുപാട്. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വേറെ ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ ഭയങ്കര കമ്പനി ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാണ്. നമുക്കൊരു എന്താ പറയാ, അവര് കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊന്നും ഫീൽ ചെയ്തില്ല. അവര് നമ്മുടെ ഗ്യാങ്ങിലേക്ക് കയറി വരികയാണ് ചെയ്ത്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പക്ഷെ അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. നമ്മളൊരു ഗ്യാങ് ആയിട്ട് തന്നെയാട്ടോ എപ്പോഴും നിന്ന്. പിന്നെ കടുവേനെയൊക്കെ എന്തോരം കടുവകളെയൊക്കെ നമ്മള് കാണുന്ന പേടിയോടുകൂടി നോക്കണല്ല, അതുങ്ങൾ അനങ്ങാണ്ട് അവിടെ കിടക്ക, എല്ലാരും ചെന്ന് വാലെ പിടിക്കണോ ഫോട്ടോ എടുക്കണോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കടുവകളല്ലെന്ന് തോന്നുന്നു, അതുങ്ങളൊരു പാവം കടുവയാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ കടുവയല്ല. അപ്പൊ എന്തായാലും മൊത്തത്തില് ഞാൻ പറഞ്ഞാൽ തീരില്ല കേട്ടോ, ഇനി ബാക്കിയുള്ളവർക്ക് പറയാൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നിർത്താണ്. എന്തായാലും ഇങ്ങനെ ഒരു ട്രിപ്പ് തന്ന കമ്പനിക്ക് 1000 നന്ദി അറിയിക്കുകയാണ്. പിന്നെ എന്നെ ഈ ട്രിപ്പിന് വിട്ട എന്റെ പാർട്ട്നേഴ്സിനോട് ഞാൻ അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ മാത്രം പ്രയത്നത്തിന്റെ ഫലമായിട്ടല്ല എനിക്ക് ഈ ഒരു ട്രിപ്പ് കിട്ടിയത്. പക്ഷെ ഇനി പോവുകയാണെങ്കിൽ നമ്മളെല്ലാരും കൂടി ആയിരിക്കണം പോണത്. ആരും ഇനി ഇങ്ങനെയൊക്കെ ഒരു ഓഫർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ട് കളയരുത്. എല്ലാവരും ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച്. ഈ പ്രാവശ്യം നമ്മൾ 15 പേരാണ് പോയെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഒരുപാട് ആളുകൾ ആ ഒരു ഗ്യാങ്ങിലേക്ക് കയറി വരണം. ഇങ്ങനെയൊന്നും നമുക്ക് ഇങ്ങനെ കിട്ടുന്ന, അതായത് ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഈ യാത്രകളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രകളാണ്. അതുകൊണ്ട് ആരും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാതിരിക്കരുത്. ഇനി കമ്പനി തരുന്ന ഒരു ട്രിപ്പും നമ്മൾ ആരും മിസ്സാക്കില്ല എന്ന് ഉറച്ചു തീരുമാനം എടുത്തിട്ട് ആയിരിക്കണം നമ്മൾ ആ ഓഫർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് നടക്കും, എല്ലാവർക്കും നടക്കും. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരാണ്. ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കട്ടെ ഇനി നമുക്ക് എല്ലാവർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താണ്. താങ്ക് യു ഓൾ.
ഓക്കെ, താങ്ക് യു എന്താ മാഡം. അപ്പൊ എന്താ മാഡം പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാ കാലത്തോളം നമുക്ക് ഓർത്തു വയ്ക്കാനുള്ള ഒരു അനുഭവമാണ് നമുക്കിപ്പോ ഈ വിജയക്കാട് തന്നത്. ഈ ഓഫർ നമ്മൾ, അപ്പൊ അത് ഈ ഓഫർ ഇതുപോലെ തന്നെ ഓഫറുകൾ കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുക നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് നമ്മുടെ കമ്പനി തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ധ്യ മാഡം പറഞ്ഞ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ എപ്പോഴും ഇത് ആലോചിക്കുക. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിച്ചറിയാനും കഴിയുന്ന ഒരു ഫീൽഡിലാണ് നമ്മൾ കയറി നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ല ആശംസകൾ നൽകുന്നു. അടുത്ത് കയറി സംസാരിക്കുന്ന അസീന മാഡം. ഗുഡ് മോർണിംഗ്. ഞാൻ ഒന്ന് കേൾക്കട്ടെ മാഡം. മാഡം വെൽക്കം ടു ഗുഡ് മോർണിംഗ് പറഞ്ഞോ. എന്റെ പേര് നിഷ. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പോലെ കയറാനായിട്ട് ധൃതി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, കുറച്ച് സമയം കഴിഞ്ഞ് ജമീല മാഡം പറയും സമയം കഴിയാതായി, എളുപ്പം പറയുമെന്ന് പറയും. കുറച്ച് സമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ നമുക്ക് ഉള്ളിലുള്ളതൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ 7am കൊണ്ടോ ഒരു ടീം മീറ്റിംഗ് കൊണ്ടോ ഒന്നും പറഞ്ഞു തീരുന്ന കാര്യങ്ങളല്ല. സത്യം പറഞ്ഞ ഇതിനെ കുറിച്ച് ഓർക്കുമ്പോഴല്ലോ ഒന്ന് ഉറങ്ങി എണീറ്റ് ഫീലാണ്. ഏതോ എന്തൊക്കെയോ സ്വപ്നം കണ്ട് എണീറ്റ് വന്ന ഒരു ഫീലാണ് ശരിക്കും തോന്നുന്നത്. സ്വപ്നത്തിൽ നിന്ന് തിരിച്ച് നമ്മള് പിറ്റേ ദിവസം രാവിലെ ഉണർന്ന പോലെ തോന്നണേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, എന്റെയും ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു. അപ്പൊ ഞാൻ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ആങ്ങളെ വിളിച്ചു, നിനക്ക് അങ്ങനെ തോന്നും എങ്ങനെ തോന്നും? അപ്പൊ ഞാൻ ഉറങ്ങിക്കോളാം, കുഴപ്പമില്ല, നീ ഉറങ്ങില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു, എനിക്ക് ഉറങ്ങാനും സാധിച്ചില്ല. എനിക്ക് ഉറങ്ങാൻ സാധിക്കാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എന്റെ സന്തോഷം കൊണ്ടും. ഞങ്ങൾ ഇപ്പൊ എല്ലാരും പറഞ്ഞല്ലോ, ഞങ്ങൾ എല്ലാരും ഇങ്ങനെ അടുത്തടുത്ത് സീറ്റുകളാ കിട്ടിയത്. അപ്പുറത്തും ഇപ്പുറത്തും ഓപ്പോസിറ്റ് സൈഡിലും ഒക്കെ നമ്മുടെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ സാധിക്കാൻ ഞങ്ങൾക്ക് ഒരു പോളെ കണ്ണടച്ചില്ല എന്നുള്ളതാണ്. എല്ലാരും ഞാൻ പറഞ്ഞേ പേടിക്കൊന്നും വേണ്ടടാ, ഞാൻ ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും നടന്നില്ല. അത് നമ്മുടെ കൂട്ടിന്റെ ഒരു ഇത് കൊണ്ടാട്ടോ. അത് വേറെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടല്ല. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട്, ഇപ്പൊ ലേഡീസ്ക്ക് ഒരുപാട് കാര്യം പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ അണ്ടർ വാട്ടർ വാക്കിംഗ് നമ്മൾ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൊതി തോന്നാറുണ്ട്. ഇങ്ങനെ മീനുകൾ ഇങ്ങനെ നടക്കണോ, അതിനെ കാണുമ്പോഴേക്ക് കൊതി തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് വെള്ളം പേടിയായിരുന്നു. വെള്ളം പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീന്തൂല. ഇവിടെ എന്റെ ഹസ്ബൻഡ് ഇവിടെ ഞങ്ങളുടെ കുളത്തിൽ വന്ന കാലം തുടങ്ങി ഞാൻ പല തവണ നീന്താൻ പഠിപ്പിക്കാൻ കൊണ്ടുപോയെങ്കിലും ഞാൻ പഠിച്ചില്ല. എനിക്ക് എന്റെ ഉള്ളിൽ പേടിയായിരുന്നു. പക്ഷെ എനിക്കിതൊരു ഒരു സ്വപ്നായിരുന്നു അത്. ആ സമയത്ത് എവിടുന്ന് എനിക്ക് അങ്ങനെ ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നെ കാലെത്തുന്ന കുളത്തിൽ കൊണ്ടുപോയി കൈയൊക്കെ എടുത്ത് നീന്താൻ പഠിപ്പിക്കാൻ പോയിട്ട് അന്ന് അങ്ങനെ പേടിച്ച ആള് ഇതിനകത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ മാഡം പറഞ്ഞ പോലെ നമ്മള് ഇത്രയും വെള്ളത്തിൽ ഇങ്ങനെ നിർത്തി കഴിയുമ്പോഴേക്കാണ് ഹെൽമെറ്റ് വെക്കുന്നത്. ഹെൽമെറ്റ് അങ്ങോട്ട് വെക്കുമ്പോ തന്നെ ഇവർ അങ്ങോട്ട് വിടും. അങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴേക്ക് ആ ഒരു സെക്കൻഡ്, അതായത് നമ്മുടെ കാല് ആ താഴെ മുട്ടുന്ന വരെയുള്ള ആ ഒരു സെക്കൻഡ് എന്തോ ഉള്ളിന്ന് പറന്നു പോയ പോലെ എനിക്ക് തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ടെൻഷൻ മറന്നുപോയി, പേടി മറന്നുപോയി, എല്ലാം മറന്നുപോയി എന്നുള്ള. നമ്മുടെ ചുറ്റിലും മീനുകൾ, നമ്മൾ എവിടെ നിൽക്കണേന്നോ കടലിന്റെ അടിയിലാണെന്നോ ശ്വാസം കിട്ടാണ്ട് വരും. അപ്പൊ ഇവര് നമ്മൾ ഇറങ്ങുമ്പോ പറയുന്നുണ്ട് ചെവി അടഞ്ഞു പോകും, അപ്പൊ ഡീപ് ബെർത്ത് എടുക്കണം, ഉമിനീര് ഇറക്കണം, അപ്പൊ അല്ലെങ്കിൽ മൂക്കിങ്ങനെ ഹെൽമെറ്റിന് ഉള്ളിൽ കൂടി കൈയിട്ട് മൂക്കിൽ പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ ടെൻഷൻ കൊണ്ടാവാൻ ഞാൻ അതിന് കയറി നിന്നപ്പോ തുടങ്ങി ഡീപ് ബ്രീത്ത് എടുത്തോണ്ടിരിക്കുക. പക്ഷെ താഴത്തേക്ക് ചെന്ന് മീനുകളെ കണ്ടുടങ്ങിയപ്പോ ആ സംഭവം മറന്നുപോയി. എന്റെ ചെവി അടഞ്ഞില്ല, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് മീൻ തീറ്റ കൊടുക്കലും കാര്യങ്ങളും നല്ല രസമായിരുന്നു. പിന്നെ കയറാൻ നേരത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മൾ ഒരുപാട് മേലെ നിൽക്കണം നമുക്കപ്പോ മനസ്സിലാവും. നമുക്കിത് പിടിച്ചു നടക്കാനകത്ത് കമ്പിയൊക്കെ ഉണ്ട്. അത് കയറാനാവുമ്പോഴേക്കും മനസ്സിലാവുന്നതാണ് നമ്മൾ എന്തോരം മുകളിലാണ് നിൽക്കണെന്നുള്ളത്. അപ്പൊ പിന്നെ ഒരു ചിന്ത എന്താ വെച്ചാൽ നമ്മൾ ഒത്തിരി മുകളിലായിട്ടാണ് ഈ സ്റ്റെപ്പ് നിൽക്കുന്നത്. ഇപ്പൊ എങ്ങനെ അങ്ങോട്ട് കയറും എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ട്. ഗൈഡ് നമുക്ക് വെള്ളത്തിൽ വെയിറ്റ് ഇല്ലല്ലോ. ഗൈഡ് ഒരൊറ്റ തട്ടങ്ങ് തട്ടി കഴിഞ്ഞപ്പോഴേക്ക് മുകളിൽ നിൽക്കുന്ന ആളുടെ നമ്മുടെ കൈ പിടിച്ചു. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് തുടങ്ങാൻ കൂടി പറ്റില്ല, ഞാൻ പറന്നു പോകുമായിരുന്നു മേലോട്ട്. സെക്കൻഡ് സ്റ്റെപ്പിലാണ് എനിക്ക് കാല് കിട്ടിയത്. കയറി കഴിഞ്ഞപ്പോ അയ്യോ കഴിഞ്ഞു പോയി എന്നൊരു ഫീൽ ആയി പോയത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. അതുപോലെ വാട്ടർ റൈഡിൽ പോയ സമയത്ത് വാട്ടർ ബൈക്കില് എന്റെ വിചാരം ബനാന ബോട്ട് സേഫ് ആണ്, എല്ലാവരും പോണാണ് ബനാന ബോട്ട് സേഫ് ആണ്, വാട്ടർ ബൈക്ക് ഭയങ്കര പാടാന്ന് വിചാരിച്ചു. അത് ഞാൻ കാശ് റൈഡിന് നമ്മൾ വേറെ സെപ്പറേറ്റ് പേയ്മെന്റ് ചെയ്യണം. അപ്പൊ ആ സമയത്ത്
പേയ്മെന്റ് ചെയ്തെങ്കിൽ ഞാൻ കയറൂല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നിർബന്ധിച്ചു. ആദ്യം പോയിട്ട് വന്നിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ശരിക്കും ബനാന ബോട്ടിനേക്കാൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വാട്ടർ ബൈക്കിൽ പോകാൻ പറ്റി, അത് ബനാന ബോട്ടിൽ പോകാൻ പറ്റി. ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഫാമിലി ആയിട്ടാണ് ഇപ്പോ ദൈവസഹായം അങ്ങനെ അവസ്ഥ നമുക്ക് കിട്ടിയാലും ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യില്ല കേട്ടോ. നമ്മൾ നമ്മുടെ മക്കളോട് പറയും വേണ്ട വേണ്ട വേണ്ട, പേടിച്ചിട്ട് നമ്മളത് പറയും. പക്ഷെ ഇതിപ്പോ നമുക്ക് പേടിക്കണ്ട, നമ്മളോട് നോ പറയാൻ ഒരാളില്ല. അയ്യോ അതങ്ങനെ ചെയ്യാ ഇങ്ങനെ വരും എന്നൊക്കെ പറയാൻ ആളില്ല. ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയി എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലാണ്ട് അച്ഛന്റെ അമ്മയുടെയും കൂടെ പോയിട്ടല്ല ചെയ്യേണ്ടത്. നമ്മുടെ മക്കൾ അങ്ങനെ പോകുമ്പോ നമുക്ക് പേടി വരില്ലേ? നമ്മളോട് വേണ്ടെന്ന് പക്ഷെ പറഞ്ഞു പോകും. ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാനോട് പറഞ്ഞത്. ഒരുപാട് മസാജ്, ടൈം മസാജിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അതെന്താണെന്ന് അറിയാനായിട്ട് അവസരം കിട്ടി. നല്ല നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസാജ് സെന്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നസീമ മാഡം പറഞ്ഞ കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഉണ്ടായിരുന്നു, നമുക്ക് ആഴ്ച ഒരിക്കൽ പോയി ചെയ്യാറുന്നല്ലേ മാഡം എന്ന് വെച്ചാൽ അത്രയും സുഖമായിരുന്നു എന്നുള്ളതാണ്. ആ മസാജ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് അത്യാവശ്യം ബോഡി പെയിനും കാലിനും ഷോൾഡറിനൊക്കെ പ്രശ്നമുള്ളതാണെന്ന് എന്ത് സുഖമായിരുന്നു എന്നറിയോ. അങ്ങനെ ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ 3 ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഉറങ്ങി എണീറ്റ് ഫീലാ തോന്നുന്നത്. സ്വപ്നമായിരുന്നു എന്നൊക്കെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിഞ്ഞ നവംബർ ഡിസംബറിലായിരുന്നു ഈ ഓഫർ വന്നത്. ഓഫർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും കാലാവസ്ഥ സമയത്ത് പുറത്തുനിന്ന് ഒരാളെന്നോട് അങ്ങനെ 1-2 പേര് ചോദിച്ചെങ്കിൽ ഞാനത് വലിയ കാര്യമാക്കിയില്ല. അതിനുള്ള മറുപടി ഞാൻ അപ്പൊ കൊടുത്തു. വീട്ടിൽ നിന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ പറയുള്ളൂ, കൊണ്ടുപോകില്ല. എന്നോട് പല തവണ എന്റെ വീട്ടിലുള്ളവർ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കൊണ്ടുപോകണ്ട, നമ്മൾ അവർക്ക് അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ആ നവംബർ ഡിസംബറിൽ എത്രായിരം രൂപ അക്കൗണ്ടിലേക്ക് കയറി. ഏകദേശം ലക്ഷങ്ങളെടുത്ത് അക്കൗണ്ടിലേക്ക് കയറിയതാണ്. നമ്മൾ ആർക്കും അങ്ങോട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അവർക്ക് സൗകര്യമുള്ളപ്പോ കൊണ്ടുപോയാൽ മതി. കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുള്ളത് എല്ലാം കിട്ടും, തരും. അത് ഉറപ്പാണ്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അതുകൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണെങ്കിലും നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് എനിക്ക് ചെറുപ്പത്തിൽ സ്വപ്നം ഉണ്ടായിരുന്നെങ്കിലും അത് നമ്മുടെ ജീവിതം അങ്ങനെ മാറിപ്പോയി. പിന്നെ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു അച്ചീവ്മെന്റ് വന്നപ്പോഴാണ് ഞാൻ പാസ്പോർട്ട് പോലും എടുത്തത്. അതിനു മുമ്പ് പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞ സമയത്ത് ഇതിന്റെ ആവശ്യമില്ല, എന്റെ ലൈഫിൽ ഇതൊന്നും ഇല്ല എന്നാണല്ലോ ഞാൻ ചിന്തിക്കണേ. പിന്നെ മക്കളുടെ ഒക്കെ കാലം വരുമ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടുക നടക്കുമായിരിക്കും എന്ന് ചിന്തിച്ച് സാധാരണ വീട്ടമ്മയ്ക്ക് കിട്ടിയാണ് ഇതൊക്കെ. 3 ദിവസം എന്ന് പറഞ്ഞ ഉറങ്ങി എണീറ്റ് ഉടനെ തന്നെ നമ്മള് നേരെ വലിയ കണ്ണാടിയുടെ മുമ്പിലേക്ക് എണീക്കണേ. എണീറ്റ് കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്ന് ഹോട്ടലിൽ മാത്രമേ വൈഫൈ ഉള്ളൂ, അല്ല അത്യാവശ്യം വിളിക്കേണ്ടവരൊക്കെ ഒന്ന് വിളിച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയി വന്നു കഴിഞ്ഞാൽ ഡ്രസ് ചെയ്യണു, കുട്ടിയിട്ട് ഇറങ്ങണു, താഴത്തേക്ക് ചെല്ലണു, പാത്രം എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. അക്കോമഡേഷൻ ഇത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കൊണ്ട് പോകും എന്നുള്ള മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഇത്രയും ഫെസിലിറ്റി ഒന്നും കമ്പനി നമുക്ക് തരുമെന്ന് സത്യത്തിൽ ചിന്തിച്ചിട്ടുണ്ടല്ലേ. അവിടെ ചെന്ന് എങ്ങനെയായിരിക്കും ഇപ്പൊ കമ്പനി നമ്മൾ ഇത്രയും എക്സ്പെൻസ് മുടക്കി കൊണ്ടുപോകുമ്പോ അവിടെ എങ്ങനെയായിരിക്കും, അക്കോമഡേഷൻ എന്തായിരിക്കും, ഫുഡ് എന്തായിരിക്കും, എന്തൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ആരും ഷെയർ ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ നമ്മള് അവൻ ലോ കോസ്റ്റിലായിരിക്കുമല്ലോ കൊണ്ടുപോവുക. പുഴുവിനെ കഴിച്ചില്ല, പുഴുവും തേളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു. അത് മനസ്സ് അനുവദിച്ചില്ല. സാധാരണ മറ്റേ തായ് ടേസ്റ്റുള്ള നമ്മുടെ സാധാരണ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ റൈസും കറികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ റൈസ് അല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ മലയാളികൾക്ക് ചില കുഴപ്പങ്ങളുണ്ടല്ലോ ഫുഡിന്റെ കാര്യത്തില്. അത് മാത്രം ഉണ്ടായി. പക്ഷെ എല്ലാം നല്ല ഫുഡുകളായിരുന്നു. ഈ പറഞ്ഞ പുഴുവിനെ പഴുതാരിനെ തേളിയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ ചെറുപ്പം പോലെ പറഞ്ഞ തേളും പഴുതാരൊക്കെ വിഷമാണെന്നാണല്ലോ പഠിപ്പിച്ചേക്കണേ. അപ്പൊ അതല്ല, നമുക്കത് പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ ചില നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാർമാർ ചിലത് മുതലേനൊക്കെ കഴിക്കാൻ, മുതലിറച്ചിയൊക്കെ കിട്ടും അവിടെ, അത് കഴിക്കാനൊക്കെ പോയി. പക്ഷെ അതെന്തോ മനസ്സിന് പിടിച്ചില്ല. ഏതായാലും ഇനിയൊരു എക്സ്പീരിയൻസ് ഏതായാലും ഇനി ഉണ്ടാവും. അതിൽ തർക്കമൊന്നുമില്ല. ഇനി പുറകെ എന്തെങ്കിലുമൊക്കെ ഇനി കമ്പനി നമ്മുടെ പുറകെ വെക്കാണ്ടിരിക്കില്ല. ഇനി പുറകെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇവിടെ വന്നത്. എന്താകുന്നു എങ്ങനെയാവുന്നു ഒന്നും വിചാരിച്ചിട്ടല്ല വന്നത്. ഇതൊക്കെ കിട്ടൂട്ടോ, ഒരു തർക്കവും ഇല്ല. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ലോകം നമുക്ക് ലേഡീസിനും കൂടി ഉള്ളതാണെന്നുള്ളത് കാണിച്ചു തന്ന 3 ദിവസമാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 42 വർഷം
ഇങ്ങനെയായിരുന്നു ജീവിതം, ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നല്ലേ. 3 ദിവസം കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ സന്ധ്യ മാഡം പറഞ്ഞത് ശരിയാണ്. ചരടില്ലാത്തൊരു പട്ടം പറന്നു പോണ പോലെയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഉറങ്ങി എണീറ്റ് ഫീലാ തോന്നുന്നത്, എന്തൊക്കെയോ നടന്നു പോയ പോലെ ഒരു ഫീലാ തോന്നുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവര് അങ്ങോട്ട് നോക്കി, ഇവരിങ്ങനെ ഇങ്ങോട്ട് നോക്കി, എനിക്ക് പ്രൊഡക്റ്റിന് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, പ്രൊഡക്റ്റ് ഒരാഴ്ച വൈകിയാണ് വന്നത്, കൊണ്ടുവന്ന പ്രൊഡക്റ്റിന്റെ പാക്കേജ് പൊട്ടിയതായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ലൈഫാണ്. നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് നമുക്ക് കിട്ടാണ്ട് പോണത്. ദൈവത്തെ ഓർത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിടിച്ചു നിൽക്കുക. ഇതുപോലെ ഇനി ഒരു ഓഫർ വന്ന സമയത്ത് നമ്മുടെ ടീമിൽ നിന്ന് ഇതിന്റെ ഒരു 10 ഇരട്ടി ആൾക്കാർക്ക് പോകാൻ സാധിക്കും. ആ രീതിയിലുള്ള വലിയൊരു ടീമായി മാറിക്കഴിഞ്ഞു നമ്മുടെ. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ ഇനി പുറകെ വരുന്ന ഓഫറുകളൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ, ഇതെല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പറഞ്ഞ സമയം മതിയാവില്ല. ഓക്കെ ജമീല മാഡം, എനിക്കൊരു അവസരം തന്നേന് ഓക്കെ, താങ്ക് യു. ഒത്തിരി പേർക്ക് ഉണ്ട്, ഇന്ന് 7 AM പെട്ടെന്നൊന്നും തീരില്ല.